തിരുവനന്തപുരം SIT ആശുപത്രിയിൽ സൗജന്യ മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഫാർമസി അവധി ദിവസങ്ങളിലടക്കം മുഴുവൻ ദിവസങ്ങളിലും തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തീരുമാനമായി. ഇത് സംബന്ധിച്ച ഉത്തരവ് RMO ജീവനക്കാർക്ക് കൈമാറി. ആശുപത്രിയിൽ ഫാർമസി കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് നടപടി. റിപ്പോർട്ടർ ഇംപാക്ട്. സംസ്ഥാനത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള ഏറ്റവും തിരക്കേറിയ ആശുപത്രികളിലൊന്നായ SIT ആശുപത്രിയിലെ ഫാർമസികൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെന്ന് റിപ്പോർട്ടർ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ആശുപത്രിയിൽ കൂടുതൽ ഷിഫ്റ്റുകൾ അനുവദിക്കാനും ഞായറാഴ്ചകൾ തുറന്നു പ്രവർത്തിപ്പിക്കുവാനും തീരുമാനമായത്. ഇത് സംബന്ധിച്ച ഉത്തരവ് RMO ഡോക്ടർ റെജി മോഹൻ ജീവനക്കാർക്ക് കൈമാറി. ഞായറാഴ്ചകളിൽ പ്രവർത്തിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെയുള്ളൊരു ഇത് കിട്ടിയ ശേഷം അതുകൊണ്ട് ഞാൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് RMOസും പിന്നെ സ്റ്റോർ സൂപ്രണ്ടുമായിട്ട് ഒരു മീറ്റിംഗ് കൂടി. ഞായറാഴ്ചകളിലും 2 തൊട്ട് 8 വരെ ഒരു ഫാർമസിസ്റ്റ്, അപ്പോൾ അതായത് ഇവിടെയുള്ള വരുന്ന രോഗികൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും, അതായത് മെഡിസിൻ ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും വരാത്തക്ക രീതിയിൽ അവരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നതനുസരിച്ചിട്ട് കൂടുതൽ രോഗികൾക്ക്, ഇവിടെ വരുന്ന രോഗികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും. ജീവനക്കാരുടെ കുറവും കൃത്യവിലോപവും സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഫാർമസികൾ കൃത്യമായി പ്രവർത്തിക്കുന്നതിന് തടസ്സം നിന്നിരുന്നു. ഇതേ തുടർന്ന് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന രോഗികൾക്ക് വലിയ തോതിൽ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ പതിവായി രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെ ഫാർമസികൾ വഴി കൃത്യമായി മരുന്നുകൾ വിതരണം ചെയ്യും. രാത്രികാലങ്ങളിൽ തൽക്കാലം കാഷ്വാലിറ്റിയിലെ നഴ്സുമാർ വഴിയും രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ നൽകും. കൂടുതൽ ജീവനക്കാരെ നിയമിക്കുന്നതോടെ ഫാർമസിസ്റ്റുകളോടുകൂടിയ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സൗജന്യ ഫാർമസി സംവിധാനം ഉടൻ നിലവിൽ വരുമെന്നും അധികൃതർ അറിയിച്ചു. ഇതോടെ നിർധനരായ രോഗികൾക്ക് സൗജന്യമായ മരുന്നുകൾ ലഭിക്കുന്നതിനുള്ള വഴി തുറക്കുകയാണ്. ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.